മേഘങ്ങളിൽ യേശു എത്തിയിടും. രാജാധിരാജനെ സ്വീകരിക്കാൻ നമ്മളും ഉണ്ടാകും. ഒരിക്കൽ ആകാശം മേഘങ്ങളിൽ യേശു എത്തിയിടും. രാജാധിരാജനെ സ്വീകരിപ്പാൻ നമ്മളും ഉണ്ടാകും. കർത്താവിൻ്റെ പൊന്മുഖം നമ്മൾ നേരിൽ കണ്ടിടും. ആർദ്രമാകും അന്ന് നമ്മുടെ ഭാരങ്ങളും. കർത്താവിൻ്റെ പൊന്മുഖം നമ്മൾ നേരിൽ കണ്ടിടും. ആർദ്രമാകും അന്ന് നമ്മുടെ ഭാരങ്ങളും. ദൈവത്തിന്റെ ഇറ്റേണൽ പർപ്പസ് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. परमेश्वर की अनंत काल की योजना के बारे में अभी हम मनन करने जा रहा है. അതിൽ സ്വർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. उसमें स्वर्ग के बारे में हम मनन करेंगे. സ്വർഗം എന്ന് പറയുന്നതിന്റെ എതിരായിട്ടുള്ള പ്രയോഗമാണ് നരകം. അവയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. स्वर्ग का विपरीत में है नरक, उसके बारे में भी हम मनन करेंगे. മരണാനന്തരം എന്ത് സംഭവിക്കും നമ്മൾ ചിന്തിക്കും. मृत्यु के बाद में क्या होने वाला है उसके बारे में भी हम मनन करेंगे. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. प्रभु यीशु मसीह का दोबारा आगमन के बारे में हम मनन करेंगे. ഈ ഭൂമിയിൽ നടക്കേണ്ട അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കും. इस पृथ्वी पर होने वाला अंतिम समय का जो घटना के बारे में हम मनन करेंगे. ഈ ഭൂമിയിൽ എതിർക്രിസ്തു എന്ന ഒരു ഭരണാധികാരി രാജ്യത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. इस पृथ्वी पर आंटी क्राइस्ट करके जो शासन करने वाला कैसे करेगा करके उसके बारे में हम मनन करेंगे. ഈ ഭൂമിയിൽ നടക്കുന്ന അന്തിമ യുദ്ധത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. इस धरती पर होने वाला अंतिम युद्ध के बारे में हम मनन करेंगे. പുതിയ ഭൂമിയും പുതിയ ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. नया पृथ्वी और नया आकाश के बारे में हम सोचेंगे. അന്ത്യ ന്യായവിധി എന്ന പാർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. अंतिम न्याय के बारे में हम सोचेंगे. സുപ്രീം കോടതി എന്ന അർത്ഥത്തിലുള്ള ദൈവത്തിന്റെ അന്ത്യ ന്യായവിധിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. सुप्रीम कोर्ट के जैसा परमेश्वर का जो अंतिम न्याय के बारे में हम मनन करने जाने वाला है. ഭൂമിയിൽ 1000 വർഷം ഭരണം കർത്താവ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും. इस धरती पर परमेश्वर ने 1000 वर्ष का राज करने का समय के बारे में हम मनन करेंगे. ഭൂമി അതിന്റെ പണികളും വെന്തുപോകും. അങ്ങനെ ലോകാവസാനം എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. इस पृथ्वी और उसके सारे काम जो आग में जल जाएगा उसके बाद क्या होने वाले उसके बारे में भी हम सोचेंगे. അവസാനമായി പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. आखिरी में नया आकाश और नया पृथ्वी जो होने वाला है उसके बारे में भी हम सोचेंगे. അവിടെ പുതിയ യെരുശലേം എന്ന ദൈവഭവനം ഇറങ്ങി വരും. അത് നമ്മൾ ചിന്തിക്കും. वहां पर जो नए यरूशलेम उधर आएगा उसके बारे में भी हम पढ़ेंगे. അവസാനമായി നിത്യത എന്ന ആ പാർട്ട് വരെയും നമ്മൾ വരും. आखिरी में जो अनंत काल की बारे में भी हम पढ़ेंगे. അപ്പോൾ അവയെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ചാർട്ടിന്റെ സഹായത്താൽ ഒരു ജനറൽ സ്റ്റഡി നമ്മൾ നടത്താൻ പോവുകയാണ്. उसके जो पहले ये जो होने वाला बातों के बारे में एक साधारण स्टडी हम लोग करने जा रहा है. ശ്രദ്ധയോടെ നിങ്ങൾ ഇവിടെ നോക്കുക. बहुत ध्यानपूर्वक इस चार्ट पर आप लोग देखिएगा. ദൈവത്തിന്റെ അനന്ത യോജന എന്ന് പറയുന്നത് ഈ കാണുന്ന ചാർട്ടിനകത്ത് മുഴുവനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर की जो कार्यक्रम अनंत काल की योजना पूरा इस चार्ट में दिया गया है. എന്നാൽ അതിന്റെ തുടക്കം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. लेकिन उसका शुरुआत उत्पत्ति का पुस्तक पहला अध्याय पहली कलाम से लेकर है. അപ്പോൾ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. അതിന്റെ അവസാനം വരെയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. जो आखिरी पुस्तक प्रकटीकरण का किताब है उसकी आखिरी शब्द तक हमें इसके बारे में पढ़ना है. ഇവയെക്കുറിച്ചുള്ള പഠനം വളരെ ഏറിയ എപ്പിസോഡുകൾ തന്നെ വേണ്ടി വരും. इसके बारे में जो पढ़ाई हम चल रहा है इस कई एपिसोड में चले जाएगा. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യമാണ്. उसका शुरुआत जो है उल्पत्ति का पुस्तक पहला अध्याय की पहले आयत से लेकर है. അവിടെ മലയാളത്തിലും ഹിന്ദിയിലും വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്നാണ്.
वहां पर मलयालम और हिंदी में हम ऐसा पढ़ता है, शुरुआत में परमेश्वर ने आकाश और पृथ्वी का रचना किया। എന്നാൽ അതിന്റെ ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്നാണ്. लेकिन इंग्लिश में उसका निर्वाचन ऐसा किया गया है, स्वर्ग और पृथ्वी का सृष्टि की। സ്വർഗമെന്ന് ചില ഇംഗ്ലീഷ് വേർഷൻ പറയുമ്പോൾ പല ഇംഗ്ലീഷ് വേർഷനിലും ഹെവൻസ് എന്നുള്ള പദമാണ്. इंग्लिश पद में स्वर्ग हेवन बोला है, लेकिन वो बहुवचन में लिखा गया है. അവയാണ് ഈ കാണുന്ന ഭാഗം സൂചിപ്പിക്കുന്നത്. वो इस भाग में दर्शाता है. ദൈവം സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളെ സൃഷ്ടിച്ചു. परमेश्वर स्वर्ग और स्वर्गादि स्वर्ग की रचना की. സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചു. स्वर्ग में अपना सिंहासन की स्थापना किया. ആ സിംഹാസനത്തിൽ ഇരുന്ന് ദൈവം സകലത്തെയും ഭരിക്കുന്നു. वो सिंहासन पर बैठकर परमेश्वर सबका शासन करता है. സങ്കീർത്തനം 103 भजन संहिता 103 103ന്റെ 19-ാം വാക്യം. 103 भजन संहिता उसकी 19वीं आयत. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. यहोवा ने तो अपना सिंहासन स्वर्ग में स्थिर किया है. അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. और उसका राज्य पूरे सृष्टि पर है. അവന്റെ വചനത്തിലെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതഗണങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. हे वीर के यहोवा के दूतो, जो तुम जो बड़े वीर हो करके वहां पर लिखा गया है. അത് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന മാലാഖ ഗണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. वो परमेश्वर की इच्छा को पूरा करने वाला दूत संजय के बारे में लिखा गया. അങ്ങനെ ദൈവം സ്വർഗാദി സ്വർഗത്തിൽ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനെയും നിയന്ത്രിക്കുന്ന നിയന്ത്രിതനാവാണ്. അത് ലോകരക്ഷിതാവാണ്. परमेश्वर जो स्वर्गादि स्वर्ग में रहते हुए इस सारे पृथ्वी का न्याय करने वाला, उसको शासन करने वाला है. എല്ലാ കാര്യത്തിന്റെയും ആരംഭം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. सारे बातों का शुरुआत परमेश्वर से ही शुरू होता है. അത് മറ്റൊരു പ്രയോഗത്തിൽ പറഞ്ഞാൽ അൽഫയും ഒമേഗയും എന്നുള്ള പദം ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നു. दूसरी अर्थ में बोलेगा तो अल्फा और ओमेगा का पद यहाँ पर अनमोल है. വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെയാണ് അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞിരിക്കുന്നത്. प्रकटीकरण का पुस्तक में अल्फा और ओमेगा करके बोला है, प्रभु यीशु मसीह के बारे में है. ഗ്രീക്ക് അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരമാണ് അൽഫ. ग्रीक अक्षरमाला का पहला शब्द है अल्फा. അവസാനത്തെ അക്ഷരം ഒമേഗയാണ്. आखिरी पद है ओमेगा. അതിന്റെ അർത്ഥം നിത്യത മുതൽ നിത്യത വരെയും നിത്യനായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. उसका मतलब ये है अनादिकाल से लेकर अनंत काल तक परमेश्वर अनंत काल का है. സൃഷ്ടിപ്പിൽ ആദ്യം ദൈവം സ്വർഗങ്ങളെ സൃഷ്ടിക്കുന്നു. जो सृष्टि करने का समय परमेश्वर पहले स्वर्ग का सृष्टि करता है. ഇവയെ കുറിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പല എപ്പിസോഡുകൾ മുമ്പ് ചെയ്തതാണ്. इसके बारे में इंग्लिश में और मलयालम में कई एपिसोड किया है. വേണ്ടി വന്നാൽ നമുക്ക് പിന്നത്തേതിൽ ഇവയെ കുറിച്ച് ചില എപ്പിസോഡുകൾ ചെയ്യാം. अगर जरूरत पड़ेगा तो आने वाला कई एपिसोड में उसके बारे में हम फिर से मनन करेंगे. അങ്ങനെ സ്വർഗത്തെയും പിന്നത്തേതിൽ ദൂത സംഘത്തെയും ദൈവം സൃഷ്ടിക്കുന്നു. फिर से परमेश्वर ने स्वर्ग को और दूत संजय को सृष्टि करता है. അവ ദൂതന്മാരുടെ സാന്നിധ്യത്തോടുകൂടെ ഭൂമിയെ സൃഷ്ടിക്കുന്നു. दूत गण के सानिध्य में पृथ्वी का सृष्टि करता है. അവിടെ അസലി പൃഥ്വിയോ ഒറിജിനൽ ഭൂമിയെ കുറിച്ചാണ്, ഒറിജിനൽ എർത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. वहां पर असली पृथ्वी के बारे में हम मनन करता है. ആദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. पहली बार परमेश्वर ने स्वर्ग और पृथ्वी का रचना की. ഈ ഭൂമി സ്വർഗത്തോളം തുല്യം എന്ന് പറയത്തക്കവണ്ണം ഒരു ഏതനായിരുന്നു. इस पृथ्वी स्वर्ग के समान इतना बहुमूल्य है करके बोलने का एक ही सरीखा था. സ്വർഗം എന്ന പദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ദൈവത്തിന് സൃഷ്ടിയായ ആദ്യ ഭൂമി. स्वर्ग का जो खासियत कितना है, उसका महिमा कितना है, उतना ही महिमा इस पृथ्वी को भी था और मूल्य भी था. ഏറെ കാലങ്ങൾക്ക് ശേഷം ആ ഭൂമി പാഴും ശൂന്യമായി തീർന്നു. लेकिन कई सालों के बाद ये पृथ्वी सुनसान हो गया. അതും ഏറെക്കാലം കോടിക്കണക്കിന് വർഷങ്ങൾ അത് പാഴ്ശൂന്യമായി കിടന്നു. करोड़ों साल तक वो सुनसान पड़ा गया.
അതിനുശേഷം ആ ഭൂമിയെ 6 ദിവസം കൊണ്ട് ദൈവം പുതുക്കി പണിതു. उसके बाद परमेश्वर ने 6 दिन से उसको नया बनाया. അവിടെ ഒരു ആദൻകി വാട്ടിക, ഒരു ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചു. वहां पर एक एदन वाटिका को परमेश्वर ने बनाया. ഈ ഭൂമിയെ മനോഹരമായി പുതുക്കി പണിയുകയാണ്. इस पृथ्वी को परमेश्वर सुंदर रूप से पुनः बना रहा है. ആ ഏദൻ തോട്ടത്തിൽ ആദാമിനെ ദൈവമാക്കുന്നു. उस एदन की वाटिका में परमेश्वर ने आदम को रखता है. മനുഷ്യകുലത്തിൽ ആദ്യത്തെ മനുഷ്യൻ ആദാമാണ്. मनुष्य कुल में सबसे पहला मनुष्य है आदम. ആദാമിൽ നിന്ന് ഹവ്വയെ വേർതിരിക്കുന്നു ഭൂമിയിലെ ഒന്നാമത്തെ കുടുംബം. आदम से हवा को निकाल देता है, पृथ्वी का सबसे पहला परिवार जन्म होता है. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ഭൂമിക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. कई सदियों से और सहस्राब्दों से इस दुनिया का कई प्रकार की भेदभाव हुआ है. എങ്കിലും ആ ഭൂമി ഇന്നും നിലനിൽക്കുന്നു. लेकिन उस पृथ्वी आज भी स्थिर है. ഈ ഭൂമി അവസാനമായി സംഭവിക്കേണ്ട കാര്യം ഇവിടെ ഇപ്രകാരമായിരിക്കും. इस पृथ्वी पर आखिरी में क्या होने वाला है उसके बारे में इस चार्ट में बयान गया है. ഈ കാലഘട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. इस जमाना ऐसा ही चलते रहेगा. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളുമായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. युद्ध, अकाल, बीमारी और कई प्रकार की तकलीफें इस दुनिया में होता ही रहेगा. അവസാനം ഈ ഭൂമി അതിന്റെ പണികളും അഗ്നിഗോളമായി തീരും. आखिरी में इस पृथ्वी और उसका सारे वस्तुएं आग में भस्म हो जाएगा. അങ്ങനത്തെ ഒരു ഭൂമിയെ കുറിച്ചാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ऐसा एक पृथ्वी के बारे में बाइबल में बताया है. പാഴ്ശൂന്യമായി തീരേണ്ട അഗ്നിഗോളമായി തീരേണ്ട ഭൂമിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. इस हालेलुया जल जाने वाला पृथ्वी में ही हालेलुया हम लोग आज जीवन बिता रहा है. എന്നാൽ ഈ ചാർട്ടിന്റെ സഹായത്തോടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർഡറായി ശ്രദ്ധിക്കൂ. लेकिन इस चार्ट के वजह से आप लोग एक बात को देखना. ഭൂമിയിലത്തെ ആദ്യത്തെ മനുഷ്യനാണ് ആദാം. पृथ्वी का सबसे पहला मनुष्य है आदम. ആദാമിനും തനിക്കുണ്ടാകുന്ന തലമുറകൾക്കും വേണ്ടി ഭൂമിയെ ഏറ്റവും മനോഹരമായി ദൈവം അവർക്ക് കരുതി, ഭൂമിയിലെല്ലാം കരുതി. आदम और उसके पीढ़ियों के लिए सब कुछ परमेश्वर ने व्यवस्था किया था. ഈ ഭൂമിയുടെ മുൻ അധികാരിയായ വ്യക്തി ലൂസിഫർ എന്ന ഒരു ദൂതനായിരുന്നു. इस पृथ्वी का पहले का अधिकारी लूसीफर करके एक व्यक्ति था. അവൻ ദൈവസ്ഥനിൽ നിന്ന് വീണുപോയി. वो परमेश्वर के सन्निधि से गिर गया. അതേക്കുറിച്ച് മാത്രം 1 മണിക്കൂറുള്ള ഒരു പഠനമാണ്. इसके बारे में केवल 1 घंटे का ही पढ़ाई करना है. അത് ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ബാക്കി പറയുന്നത്. उसको छोड़कर ही यहाँ पर बता रहा है. സ്വർഗത്തിൽ നിന്നും വീണുപോയ ദൂതൻ ഈ ഭൂമിയിൽ വരുമ്പോൾ ദൈവം ഭൂമിയെ പാഴ്ശൂന്യമാക്കി തീർത്തു. स्वर्ग से गिरा हुआ दूध इस पृथ्वी पर आया तो परमेश्वर ने इस पृथ्वी को सुनसान बना दिया. അവന് പാർക്കുവാൻ ഈ ആകാശമണ്ഡലമാണ് പിന്നെ ദൈവം അനുവദിച്ചത്. उसको जो रहने के लिए आकाश मंडल में उसको इजाजत दिया. വീണുപോയ ശക്തനായ ദൂതനും അഥവാ ലൂസിഫറും സംഘവും ഈ മേഘമണ്ഡലത്തിൽ പാർപ്പിടം ഒരുക്കി. शैतान का साम्राज्य का बुरी शक्तियां. ആകാശത്തിലെ ദുഷ്ടാത്മ സേന എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. जो शैतान की बुरी शक्तियां एफेसियों की पत्री में लिखा गया है. ദുഷ്ടാത്മ സേനയുടെ മണ്ഡലം അവിടെ ആയിരിക്കുമ്പോൾ जो दुष्टात्मा की सेनाओं का वहां पर कार्य होता है. വേറൊരു കൂട്ടർ വീണുപോയ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. दूसरा जगह पर गिरा हुआ स्वर्ग दूतों के बारे में लिखा गया. അവർ നരകത്തിൽ ബന്ധനസ്ഥരായി കിടക്കുക. वो बंदी गृह में हालेलुया उसको बंधन में पड़ा है. അങ്ങനെ 2 പ്രധാന കൂട്ടർ 2 സ്ഥലത്ത് ഉണ്ട്. वैसा 2 झुंड 2 जगह पर है. പാഴ്ശൂന്യമായി തീർന്ന ഭൂമിയെ 6 ദിവസം കൊണ്ട് പുതുക്കി പണിതിട്ട് അവിടെ ആദാമിനെ വാഴിക്കുകയാണ്. जो सुनसान पड़ा हुआ पृथ्वी को परमेश्वर ने पुनः बनाकर वहां पर आदम को परमेश्वर ने रख दिया. ഭൂമിയെ അടക്കി വാഴുവാൻ ഭരിക്കുവാനുള്ള ഒന്നാമത്തെ രാജാവായിരുന്നു ആദാം. इस पृथ्वी पर शासन करने का उसका पूरा अधिकार पाया हुआ व्यक्ति था आदम. ഒന്നാമത്തെ ആദാമിന് ദൈവം അപാരമായ ജ്ഞാനം കൊടുത്തിരുന്നു. पहले आदम को परमेश्वर ने बहुत विज्ञान और ज्ञान दिया था. എന്നാൽ ആ ആദാമിനെ വീണുപോയ ദൂതനായ സാത്താൻ വഞ്ചിക്കുകയായിരുന്നു. लेकिन इस आदम को
जो गिरा हुआ दूध धोखा देकर उनको बहकाया। അങ്ങനെ ഭൂമിയിൽ തെറ്റിപ്പോയ ആദാമിന്റെ വംശപാരമ്പര്യമാണ് തുടങ്ങുന്നത്. वहां पर जो गिरा हुआ मनुष्य का बारे में फिर लिख रहा है। ഈ ചാർട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്നാമത്തെ മനുഷ്യനായ ആദാം അതിനുശേഷം 930 വയസ്സ് വരെ ജീവിച്ചു. आदम उसका आयु पूरा 930 वर्ष था। ആ ആദാമിന്റെ മകൻ ശേത്ത്, ഹാനോക്ക് തുടങ്ങിയ 20 തലമുറയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर आदम उनका बेटा शेत और उसका 20 पीढ़ी तक उसके बारे में इस चार्ट में लिखा गया है। അബ്രഹാമാണ് 20ാമത്തെ തലമുറ. अब्राहम जो 20वीं पीढ़ी का व्यक्ति था। അബ്രഹാം മുതൽ ഭൂമിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു പുതിയ ജനതയെ കൊണ്ടുവരികയാണ്. अब्राहम से लेकर परमेश्वर ने चुना हुआ एक नया जाति को परमेश्वर ला रहा है। ഭൂമിയിലെ മനുഷ്യന്റെ വാഴ്ചയാണ് ഈ കാണുന്ന ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത്. पृथ्वी पर की जो मनुष्य की हालेलुया शासन के बारे में यहाँ पर चार्ट में बताया है। അങ്ങനെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പ്രധാന പഠന വിഷയങ്ങളുടെ ചില രേഖകളാണ് ഈ കാണുന്നത്. उत्पत्ति से लेकर मलाकी पुस्तक तक का जो कुछ बातें यहाँ पर इस चार्ट में दिया गया है। ഇത് മനുഷ്യന്റെ വംശാവലിയെ കുറിച്ച് കാണിക്കുന്നു. ये मनुष्य की वंशावली के बारे में दिखा रहा है। അവസാനം മലാക്കി കഴിയുമ്പോൾ കർത്താവ് യേശു ഇവിടെ രക്ഷകനായി അവതരിക്കുക. आखिर में मलाकी पुस्तक खत्म होने पर प्रभु यीशु मसीह इस दुनिया का उद्धारकर्ता के रूप में जन्म लेता है। യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണശേഷമാണ് ഭൂതല ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടത്. प्रभु यीशु मसीह का क्रूस का बलि के बाद में उसका पुनरुत्थान के बाद में जो दुनिया का इतिहास BC और AD करके दो भाग करके अलग हो गया। ഇത് പഴയ നിയമ ഭാഗങ്ങളിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. यहाँ पर जो कुछ पुराना नियम की बातों को बता रहा है। ഇവിടെ മുകളിൽ കാണുന്നത് ആകാശ മണ്ഡലത്തെ കുറിച്ചാണ്. यहाँ पर जो ऊपर दिखा रहा है आकाश मंडल के बारे में। നമുക്ക് ദൃശ്യമായ മേഘമണ്ഡലമാണ് ഈ കാണുന്നത്. हमारा जो आंख में देख सकता है दृश्य है वही है इस शैतान का साम्राज्य बुरी शक्तियां। അതിന് മുകളിൽ നക്ഷത്രമണ്ഡലം എന്ന് പറയുന്ന ഒരു ലെയർ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. उसके ऊपर जो तारा का एक मंडल तारा मंडल का एक लेयर देख सकता है। ഇത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. ये हमारा आंखों से हमें देख सकता है। അതിന് മുകളിൽ സ്വർഗം എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. वहाँ उसके भी ऊपर स्वर्ग लोग है। അവിടെ പരമേശ്വരി അനന്ത യോജന എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ തുടർമാനമായി ചിന്തിക്കും. वहाँ पर जो परमेश्वर की अनंतकाल की योजना क्या है करके हम लंबे से सीखेंगे। ആ സ്വർഗത്തിലെ മഹത്വമാർന്ന അനേക കാര്യങ്ങൾ പ്രത്യാശയോടുകൂടി നമ്മൾ അത് ചിന്തിക്കും. स्वर्ग लोक की जो महिमामय बातों को हम हालेलुया बहुत स्पष्ट रीति से मनन करने वाला है। യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് മഹാപ്രതിഫലം കൊടുക്കുന്ന ഒരു കാലമുണ്ട്. प्रभु यीशु मसीह के लहू के द्वारा उद्धार पाया हुआ लोगों को जो एक प्रतिफल देने का एक समय आ रहा है। പുതിയ നിയമസഭയുടെ ഉൽപ്രാപണം കഴിയുമ്പോൾ സ്വർഗത്തിൽ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് ഈ കാണുന്നത്. नया नियम की कलीसिया की उठाया लिया जाने के बाद में जो होने वाला बातों के बारे में यहाँ पर इस चार्ट में बताया है। അത് കുറഞ്ഞത് 7 വർഷം തുടരും. वो 7 साल तक चलता रहेगा। ആ 7 വർഷം ഭൂമിയിൽ മഹാപീഡനം നടക്കും. वो 7 साल तक इस पृथ्वी पर महा उपद्रव का समय होगा। ഈ കാണുന്നത് അവയെ കുറിച്ചുള്ള വിവരണമാണ്. इस चार्ट में दिया गया है पूरा उसके बारे में है। ഇത് കൃത്യമായി ഓർഡറായി പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ये बहुत स्पष्ट रीति से प्रकटीकरण के पुस्तक में बयान किया है। വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ വിശദീകരിച്ചിരിക്കുന്നത് മഹാപീഡനം എന്ന വിഷയമാണ്. प्रकटीकरण का पुस्तक उसका 6वें अध्याय से लेकर 18 अध्याय तक जो महाउपद्रव होने वाला है उसके बारे में बयान किया है। ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ വലിയ ഘട്ടകാലം അന്നുണ്ടാകുമെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. दुनिया की उत्पत्ति से लेकर अभी तक जो नहीं हुआ वैसा ही बहुत कठोर अनुभव वहां पर होगा करके
प्रकटीकरण के पुस्तक में लिखा है। അതാണ് ലോകാന്ത്യ സംഭവങ്ങൾ. वही है दुनिया की अंतिम काल की संभव घटनाएं। ഈ നാളുകളിൽ മിഡിൽ ഈസ്റ്റിൽ വൻ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. इस समय में मध्य पूर्व एशिया में बहुत बड़ा युद्ध हो रहा था। അതിഭയങ്കരമായ യുദ്ധമായി ഇനിയും വർത്തിക്കും. ये अति भयंकर युद्ध अभी फिर से होने वाला है। ആ യുദ്ധം അവസാനിക്കുന്നത് ഹർമഗദോൻ യുദ്ധത്തിന്റെ അവസാനമായിരിക്കും. ये युद्ध आखिरी में हर्मगदोन करके एक महायुद्ध है, उधर ही खत्म होगा। ഭൂമിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ വിശുദ്ധന്മാർ സ്വർഗത്തിൽ മറഞ്ഞിരിക്കുകയാണ്. पृथ्वी पर ऐसा घटनाएं होते समय परमेश्वर का पवित्र लोग स्वर्ग में छिपा हुआ है। അങ്ങനെ സ്വർഗത്തിൽ സ്വർഗീയന്മാരായി ദൂതതുല്യരായി തീർന്നിരിക്കുകയാണ് ദൈവജനം. परमेश्वर का लोग स्वर्ग में स्वर्गीय बनकर दूत के समान हो गया है। അങ്ങനെ അവർ ആയിരിക്കുമ്പോൾ ഭൂമിയിൽ ഭയങ്കര യുദ്ധവും ക്ഷാമവുമായി വലിയ സംഭവങ്ങൾ നടക്കും. वहां पर परमेश्वर का लोग स्वर्ग में होते समय इस पृथ्वी पर बहुत बड़ा घटनाएं होएगा, युद्ध, अकाल, मरी और सब कुछ होते रहेगा। എന്നാൽ ദൈവത്തിന്റെ നിത്യതയിലെ കാര്യപരിപാടികൾ മുഴുവനും ഓർഡറായി പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകം തുടർന്നുള്ള അധ്യായങ്ങളിലാണ്. लेकिन परमेश्वर का जो वचन का कार्यक्रम पूरा जो बताया गया है, उसके बाद जो प्रकटीकरण का अध्याय में लिखा गया है। മധ്യപൂർവ്വ ഏഷ്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ്. मध्य पूर्व एशिया में जो होने वाला युद्ध के बारे में जो लिखा गया वो इसराइल और दूसरे लोगों के साथ जो होने वाला युद्ध है। യഹൂദന്മാർ തളർന്ന് എല്ലാം നഷ്ടപ്പെട്ടവരായി നിലവിളി ആരംഭിക്കും. यहूदी लोग तंग होकर सब कुछ नष्ट करा के वो चिल्लाएगा। അപ്പോൾ സ്വർഗം തുറന്ന് അവരുടെ മസിഹ പ്രത്യക്ഷപ്പെടും. उस समय स्वर्ग को खोलकर उनका मसीह प्रकट हो जाएगा। അതാണ് ഈ കാണുന്ന സ്വർഗം തുറന്നു ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നു. वहां पर हम ऐसा पढ़ता है, स्वर्ग खोल दिया और एक श्वेत घोड़ा प्रकट हो गया। അതിൽ ഇരിക്കുന്നവൻ നീതിമാനും വിശ്വസ്തനുമായ രാജാവാണ്. वहां उस घोड़े पर बैठा है सच्चा और न्यायी परमेश्वर मसीह है। നീതിയോടും വിശ്വസ്തയോടും സത്യസന്ധമായി ഭരിക്കുവാൻ വരുന്ന മഹാരാജാവാണ്. धर्म के साथ और सच्चाई से शासन करने के लिए आने वाला महाराजा है प्रभु यीशु मसीह। ഭൂമിയിലെ എല്ലാ ഭരണകൂടങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് इस पृथ्वी का पूरा शासनकर्ताओं को निकाल करके ഒരു രാജാവ് നീതിയോട് കൂടെ വാഴും. एक राजा धार्मिकता के साथ शासन करेगा। ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. इस पृथ्वी में हजारों हजारों राजा लोग शासन किया है। ആയിരക്കണക്കിന് മന്ത്രി ഭരണം നടന്നിട്ടുണ്ട്. हजारों मंत्री लोग यहाँ पर शासन किया है। എന്നേക്കുമായി ആ ഭരണകൂടത്തെ അവസാനിപ്പിച്ചുകൊണ്ട് जो अनंत काल के लिए उस सारे शासन को बंद करते हुए ഒരു രാജാവ് നീതിയോടുകൂടെ വാഴുവാൻ വരുന്നു. एक राजा धार्मिकता के साथ राज करने के लिए आ रहा है। ഭൂമിയുടെ മധ്യഭാഗമാകുന്ന ഒലിവ് മലയിലേക്ക് വരികയാണ്. इस पृथ्वी का जो बीच का जगह है ओलिव पहाड़, जैतून की पहाड़ पर प्रभु यीशु मसीह प्रकट होगा। അവിടെ വരുന്ന കർത്താവ് അടുത്ത് ആരംഭിക്കുന്ന 1000 വർഷം ഭരണം നടത്തുവാൻ വേണ്ടിയാണ്. वहां पर आने वाला प्रभु यीशु मसीह 1000 साल का जो शासन यहाँ पर करने के लिए तैयारी के साथ आ रहा है। കർത്താവ് തന്നെ സകല വിശുദ്ധന്മാരുമായി ഒരുമിച്ചാണ് ഭൂമിയിലേക്ക് വരുന്നത്. परमेश्वर प्रभु यीशु मसीह उनके सारे पवित्र जनों के साथ में वहां पर आ रहा है। അവിടെ ക്രമമായി ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് മാത്രം പറയാം. वहां पर जो क्रमानुगत बोलने के समय में उसके बारे में ज्यादा बयान करेगा। അങ്ങനെ കർത്താവ് യേശു 1000 വർഷം ഭൂമിയിൽ ഭരണം സ്ഥാപിക്കും. ऐसा परमेश्वर प्रभु यीशु मसीह 1000 साल का शासन यहाँ पर करेगा। യേശു ക്രിസ്തു മഹാരാജാവായിരിക്കും. ये प्रभु यीशु मसीह राजाधिराजा होगा। അവന്റെ വിശുദ്ധന്മാരായ നമ്മൾ പലരും രാജാക്കന്മാരും പുരോഹിതന്മാരുമായിരിക്കും. उसका पवित्र लोग उनका राजकुमार और प्रभुता करने वाला याजक लोग भी होगा। ഈ സന്ദർഭത്തിൽ ഒരു വാക്യം ഓർപ്പിച്ചു വിടുകയാണ്. यहाँ पर एक बात ऐसा याद दिलाता है। യെശയ്യാപ്രവചനം 32 അധ്യായത്തിന് 1 വാക്യം. यशायाह की पुस्तक उसकी 32 अध्याय की पहले कलाम। അവിടെ ഒരു രാജാവ് നീതിയോട് കൂടെ വാഴുമെന്ന് പറഞ്ഞിരിക്കുന്നു. वहां पर एक राजा धार्मिकता के साथ शासन करेगा करके लिखा है। അവന്റെ പുത്രന്മാരായ വിശുദ്ധന്മാർ
രാജാക്കന്മാരായി ഭരണം നടത്തുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. उसका जो पुत्र लोग है वे राजकुमार लोग है, वो भी राज करेगा करके वहां पर लिखा गया है। അങ്ങനെ ഒരു ഭരണം ഭൂമിയിൽ നടക്കും. ऐसा एक शासन काल इस धरती पर होगा। ആ രാജ്യത്തെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. उस राज्य के बारे में स्वर्ग राज्य कहा जाता ആ है। രാജ്യത്തെയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. उस राज्य को परमेश्वर का राज्य कहा जाता है। പ്രിയരെ, ദൈവ രാജാവായി വാഴുന്ന രാജ്യമാണ് ദൈവരാജ്യം. प्रियो, परमेश्वर राजाधिराजा करके शासन करने वाला समय है इस परमेश्वर का राज्य। ഇവിടെ താഴെ ഒരു ലെയർ നിങ്ങൾ കാണാം. यहाँ पर दूसरा एक लेयर नीचे देख सकता है। അവിടെ ഓരോന്നും നമ്മൾ ക്രമേണ വിശദീകരിക്കും. वो भी क्रमानुगत हम लोग बाद में बयान करेगा। ഇവിടെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഒന്നാണ് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന പർദീസ. धर्मजन की आत्मा मसीह के पुनरुत्थान में है और अब्राहम के गोद में है। കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വരെ പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ കിടന്ന സ്ഥലമാണത്. परमेश्वर प्रभु यीशु मसीह का जो पुनरुत्थान के समय तक जो धर्मी जन लोग मरे हुए था, उसका आत्मा यहाँ पर थे। ഹല്ലേലൂയ. प्रेज द लॉर्ड। അതിന് തൊട്ടടുത്തതായി കാണുന്നത് നരകം എന്ന യാതന സ്ഥലമാണ്. उसके नजदीक में हम लोग जो देखता है वो नरक करके यातना स्थल है। ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന ഏതു പാപികളുടെ ആത്മാക്കൾ കിടക്കുന്ന സ്ഥലമാണ്. परमेश्वर के बिना जीवन बिताने वाला हर एक व्यक्ति का आत्मा इस नरक में ही चले जाता है। ഇവിടെ ദരിദ്രരായാലും ധനവാനായാലും രാജാവായാലും ക്രൂരതയോടുകൂടെ ദുഷ്ടതയോടുകൂടെ ജീവിച്ച സകലരുടെ ആത്മാക്കൾ അവിടെ എത്തിച്ചേരുക. यहाँ पर कोई भी दरिद्र हो, धनवान हो, राजा हो, कितना भी श्रेष्ठ महान हो और क्रूर राजा होगा तो भी उसको ही नरक में ही जाना पड़ेगा, वहां पर ही इसको रहना है। എന്നാൽ ഭൂമിയുടെ അധോഭാഗത്തെ നരകത്തിന്റെ ഒരു സെല്ലാണ് ഈ കിടക്കുന്ന തെറ്റിപ്പോയ ദൂതന്മാർ കിടക്കുന്ന ഒരു നരകം. उसके नजदीक में जो दिखाता है गिराए हुए स्वर्ग दूतों को जो बंदी गृह में डाला हुआ एक जगह है। അത് കോടിക്കണക്കിന് ദൂതന്മാരാണ്. वहां पर करोड़ों करोड़ों दूत लोग है। ഇവരെ പിശാച് അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ എന്ന് പറയപ്പെടും. इसको जो शैतान नहीं तो दुरात्मा बोलता है। ഭൂമിയുടെ അധോഭാഗങ്ങൾ ഒന്നാണ് ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നൊക്കെ പറയുന്ന അഗാധകൂപം. इसके नजदीक में है कभी न कदम होने वाला जो गड्ढा। അഗാധകൂപം, അത് ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. उसके बारे में जो वचन में लिखा है अधा कुंड। ആ ഭയങ്കര നരകത്തിൽ അധർമ്മമൂർത്തിയായ കോരനായ പിശാചായ ലൂസിഫറിനെ ബന്ധിക്കുന്ന ഒരു കാലമുണ്ട്. वहां पर जो अधर्म मूर्ति शैतान लूसीफर को जो बंद के डालने वाला जगह है, ഇതുവരെ അവന് ബന്ധിച്ചിട്ടില്ല. अभी तक उसको बंद नहीं किया ഈ है। പ്രപഞ്ചം മുഴുവൻ അവൻ വിഹരിക്കുകയാണ്. इस सारे प्रपंच में दुनिया में वो हालेलुया काम कर रहा है। ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചാർട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. इस सारे बातें आप लोग चार्ट में दिख रहा है। ഈ കാണുന്ന 1000 വർഷത്തെ ഭൂരാജ്യ ഭരണത്തിന് വേണ്ടി इस चार्ट में देख रहा है हजार वर्ष का जो शासन काल के लिए ഈ ലൂസിഫർ എന്ന സാത്താനെ 1000 വർഷം ഈ നരകത്തിൽ ബന്ധിക്കും. ये लूसीफर जो शैतान है उसको 1000 साल तक उसको बंद करके इस अधा कुंड में डाल दिया जाएगा। ഇതെല്ലാം ഭൂമിയുടെ അധോഭാഗം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ്. इस पृथ्वी का अधोभाग करके बोला हुआ जगह वही है। വീണ്ടും ഭൂമിയുടെ അധോഭാഗങ്ങൾ ഒന്നാണ് ഈ കഴിയുന്ന ആഖിച്ചീൽ അന്തിം നരകം എന്ന് പറഞ്ഞിരിക്കുന്ന നരകസ്ഥലങ്ങൾ. उसके बाद में जो लिखा दिया गया है आग की झील जो अंतिम नरक, उसके बारे में यहाँ पर बताया है। ഇതിനെ കുറിച്ച് മറ്റൊരു പ്രയോഗമുണ്ട്. പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നാണ്. इसके बारे में वचन में ऐसा भी लिखा गया है जो शैतान और उसका दूत लोगों के लिए जो बनाया हुआ झील। ഈ ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന പോലെയാണ് ലോക രാജ്യങ്ങളുടെ ദൈവരാജ്യത്തിന്റെ സെൻട്രൽ ജയിലാണത്. हर एक देशों में जो सेंट्रल जेल होता है वैसा ही स्वर्ग राज्य का सेंट्रल जेल के समान है ये जगह। അതിനുവേണ്ടി അവിടെ ഈ പാപികളും ദോഷികളുമായ മനുഷ്യാത്മാക്കളെയും वहां पर जो पापी और दोषी मनुष्यों को, ഇന്നത്തെ മനുഷ്യ ദൈവങ്ങളെയും आज की जो इंसान देवी देवताओं को, പിശാചുക്കളെയും शैतान को,
ഭൂതാത്മാക്കളെയും जो दुरात्माओं को, എല്ലാവരെയും ന്യായം വിധിക്കാൻ അതിഭയങ്കരമായ ഒരു സിംഹാസനമാണത്. उसको जो न्याय करने के लिए एक बहुत बड़ा श्वेत सिंहासन है. ഇത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ്. ഏറ്റവും അതിഭയങ്കരമായ ഒരു ന്യായവിധിയുടെ സിംഹാസനമാണ്. महान श्वेत सिंहासन न्याय करने के लिए वहां पर रखा गया है. ഇത് ചാർട്ടിന്റെ ഓർഡർ അനുസരിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. यहाँ पर जो चार्ट के अनुसार कुछ बातों को बताया गया है. അത് ആ ന്യായവിധി നടക്കുമ്പോൾ वहां पर उस न्याय होने का समय ഈ ഭൂമിയും അതിന്റെ പണികളും ബന്ധുപോകും. इस दुनिया और इसके सारे काम जो है जल जाएगा. മൂല പദാർത്ഥങ്ങൾ കത്തിയഴിയും. सारे मूल पदार्थ जल जाएगा. വേരും കൊമ്പ് ശേഷിക്കാതെ എല്ലാം തകർന്നു പോകുന്ന ഒരു കാലം ഉണ്ടാകും. जड़ और कुछ भी डालियां ना छोड़ते हुए सब कुछ जल जाएगा. അടുത്തതായി ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്, उसके बाद में जो कहा गया है, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. मैं नया आकाश और नया पृथ्वी को देखा. പഴയ ഭൂമിയും പഴയ ആകാശവും ഒഴിഞ്ഞുപോയി. पुराना आकाश और पुराना पृथ्वी निकल गई. അവയെ പിന്നെ ഞാൻ കണ്ടില്ല. उसको फिर से मैं नहीं देखा. ഈ പുതിയ ഭൂമിയിൽ ദൈവത്തിന്റെ ഭവനമാകുന്ന പുതിയ യെരുശലേം വരികയാണ്. इस नया पृथ्वी पर परमेश्वर का जो नया यरूशलेम आ रहा है. ആ പുതിയ യെരുശലേം എന്ന് പറയുന്നത് ദൈവം തന്റെ ഭക്തന്മാർക്കായി പണിതിരിക്കുന്ന വലിയ ഒരു ഭവനമാണ് ദൈവത്തിന്റെ ഭവനം. इस नया यरूशलेम जो है परमेश्वर ने अपना भक्त लोगों के लिए बनाया हुआ एक बहुत बड़ा शहर है. അത് മാത്രമായി നമുക്ക് മറ്റൊരു ദിവസം ചിന്തിക്കാം. उसके बारे में हम अगले समय में बयान करेंगे. അടുത്തതായി ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്നു. उसके बाद में जो परमेश्वर और मेमना का सिंहासन के बाद बारे में प्रकटीकरण का पुस्तक 22 अध्याय में लिखा गया है. അനന്തകാൽ എന്ന് പറയുന്നതിന് ഒരു സമയപരിധിയില്ല. अनंत काल का कुछ समय परिधि तो नहीं है, എന്നാൽ പ്രവചന കാലക്കണക്കനുസരിച്ച് ചില സമയപരിധി ഉണ്ട്. लेकिन भविष्यवाणी के हिसाब से कुछ समय दिया गया है. അങ്ങനെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം ആ പുതിയ ഭൂമിയിൽ സ്ഥാപിക്കുക. आज परमेश्वर और मेमना का सिंहासन उस नया पृथ्वी पर हो जाएगा. പുതിയ ഭൂമി എന്ന് പറയുന്നത് പുതിയ യെരുശലേമിൽ സ്ഥാപിക്കുക. नया पृथ्वी बोलेगा तो नया यरूशलेम में हालेलुया स्थापना होएगा. ആ സിംഹാസനത്തിന്റെ അടിഭാരത്തു നിന്നും ജീവജല നദി ഒഴുകുന്നു. उस सिंहासन के नीचे से जीवन की जल की नदियां बह रही है. അതിന്റെ ഇരുവശവും ജീവവൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. उस नदियों के दोनों किनारे पर जीवन की जाड़ रखा है. 12 മാസവും 12 വിധ ഫലം കായ്ക്കുന്ന ജീവവൃക്ഷങ്ങളാണ്. 12 महीना 12 तरह की जो फल देने वाला 12 तरह की वृक्ष वहां पर है. ഇന്ന് നമുക്ക് പേര് പറയാൻ അറിയാത്ത വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. हालेलुया. हम जो नाम तो दे नहीं सकता है वैसा ही फल से भरा हुआ वृक्ष वहां पर होगा. നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്കുള്ള നിത്യജീവന്റെ ഫലമാണത്. हाले अनंत काल की जीवन में प्रवेश किया हुआ लोगों को देने वाला अनंत काल की फल है वो. ദാഹം തീർക്കുവാൻ അവിടെ ജീവജല നദിയാണുള്ളത്. हमारा प्यास बुझाने के लिए जीवन की जल की नदी वहां पर पानी भरा हुआ है. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ ചാർട്ട് പറയുന്ന ക്രമം അനുസരിച്ച് നിത്യത മുതൽ നിത്യത വരെയുമുള്ള ഒരു കാര്യമാണത്. वहां पर जो चार्ट के हिसाब से अनादिकाल से अनंतकाल तक की बातें यहाँ पर बताया है. അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിൽ കൂടെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ऐसा एक योजना के हिसाब से परमेश्वर के सारे कार्यक्रम चल रहा है. ഈ ഭൂമി നരകതുല്യമായ ഒരു അവസ്ഥയിൽ ഇന്നായിരിക്കുക. इस धरती आज नरक के समान बहुत खराब हो गया है. ആര് ഭരിച്ചാലും ഇവിടെ മനുഷ്യന് സമാധാനമില്ല. कोई भी शासन करे किसी को भी कुछ भी शांति नहीं है. ഭരണാധികാരിയായി ഒരുവൻ മുന്നിട്ട് വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെയിടുവാനും വേണ്ടി ശ്രമിക്കുക. शासन करने के लिए कोई भी अधिकार की कुर्सी पर बैठेगा तो उसको खींच कर निकालने के लिए कैसे भी दूसरे कोशिश करता है. അമേരിക്ക തുടങ്ങി ഇന്ത്യ വരെയുമുള്ള എല്ലാ രാജ്യങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. अमेरिका से लेकर हमारा भारत वर्ष तक का सारे देशों का वही हालत है. അതുകൊണ്ട് അവർക്ക് ഭരിക്കുവാൻ 5 വർഷമോ 4 വർഷമോ 3 വർഷമോ ഭരിക്കുവാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. इसीलिए उनको 5 साल 4 साल जो कुछ भी समय काल है शासन करने के लिए कुछ समय दिया गया है. ഈ കാലഘട്ടം മുഴുവനും വളരെ ഗൗരവത്തോടുകൂടെയാണ് അവർ ഭരണാധികാരികളായിരിക്കുന്നത്. इस समय काल में बहुत गंभीरता पूर्वक वो शासन करता है. എങ്കിലും ലോക രാജ്യങ്ങളൊക്കെയും അഴിമതിയും ദുഷ്ടതയും കൊണ്ട് നിറയുകയാണ്.
लेकिन पूरा हालेलुया दुनिया में सारे प्रकार की खराब शासन काल हो रहा है। എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറയുന്നത് അതിഭയങ്കരമായ യുദ്ധത്തോടു കൂടെ അവസാനിക്കും. इस सब के आखिरी में बहुत बड़ा युद्ध होने वाला है। അതുകൊണ്ട് വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ യെരൂശലേമാണ്. इसीलिए जो परमेश्वर का महिमा प्रकट होने वाला है वहां पर नया पृथ्वी नया यरूशलेम, അവിടെ നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ वहां पर हम प्रवेश करने के समय ഒരിക്കലും മരണമില്ലാത്ത അനന്ത ജീവനിലേക്ക് പ്രവേശിക്കുക. हर कभी भी मृत्यु ना होने वाला अनंत काल की जीवन में हम प्रवेश कर रहा है। ഇവിടെ ഭൂമിയിൽ ജനനമുണ്ട്, यहाँ पर धरती में जन्म है, മരണവുമുണ്ട്. मृत्यु भी है, എന്നാൽ ജനനവും മരണവും സത്യമാണ്. जन्म और मृत्यु दोनों सच्चाई है। മരിക്കാൻ ആർക്കും ഇഷ്ടമില്ല, പക്ഷെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മഹാന്മാരും മരിച്ചിട്ടുണ്ട്. मृत्यु पाने के लिए कोई भी चाहता नहीं है, लेकिन कितना भी बड़ा क्यों ना हो इस पृथ्वी पर जन्म लिया हुआ सारे लोग मर गया है। ഈ ലോകം നീണ്ടു നിൽക്കുകയാണെങ്കിൽ अगर इस पृथ्वी लंबा चले तो ഇന്ന് ജീവിച്ചിരിക്കുന്ന നാമും ഈ ഭൂമിയിൽ കാണുകയില്ല. आज जिंदा रहते हुए हम लोग भी इस दुनिया में नहीं रहेगा। ഒരു നാൾ മരിക്കും നിശ്ചയം. एक दिन हम भी मरेगा निश्चित है। എന്നാൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. लेकिन मृत्यु से सब कुछ खत्म नहीं होता है। മതഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെയും जो मत का जो पुस्तक बता रहा है, മതപണ്ഡിതന്മാർ പറയുന്നത് പോലെയും जो मत श्रेष्ठ लोग बोल रहे हैं, മരണാനന്തരം മനുഷ്യന് നിത്യജീവനുണ്ട്. मृत्यु के बाद मनुष्य का अनंतकाल की जीवन है। പാപത്തിൽ ദുഷ്ടതയിൽ മരിക്കുന്ന ഏതൊരുവനും നിത്യമായ കത്തുന്ന നരകമാണ്. पाप और दुष्ट करके दुष्टता करके जो मृत्यु पाने वाला लोगों को नरक है। ദൈവവചനപ്രകാരം പവിത്രതയിൽ ജീവിതം നയിക്കുന്ന ഏതൊരുവനും മരണാനന്തരം ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. हालेलुया। जो मृत्यु के बाद जो जीवन पवित्रताई में बिताने वालों को एक अनंत काल की जीवन की प्रवेश होता है। കേൾക്കുന്നവർക്ക് വിശ്വസിക്കുവാനും തിരസ്കരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. जो सुनने वालों को स्वीकार करने का नहीं तो तिरस्कार करने का इजाजत है। വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന സത്യവേദ പുസ്തകം पवित्र बाइबल करके जो सच्चा परमेश्वर का वचन है, ഇവയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. इसके बारे में स्पष्ट रीति से कहा गया है। ഇതിന് വള്ളിക്കും പുള്ളിക്കും ഒരു മാറ്റവുമില്ല. यहाँ पर कोई भी फर्क नहीं होगा। യേശു ക്രിസ്തു ഒരു മതത്തിന്റെ രക്ഷകനല്ല. प्रभु यीशु मसीह कोई भी धर्म का उद्धारकर्ता नहीं है। ഭൂമിയിലെ ഒരു മതങ്ങളുടെയും രക്ഷകനല്ല യേശു. कोई भी धर्म का उद्धारकर्ता नहीं है प्रभु यीशु मसीह। യേശു ക്രിസ്തു ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും രക്ഷകനാണ്. प्रभु यीशु मसीह इस दुनिया के सारे मानव जाति का उद्धार करता है। സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും യേശുവാണ്. स्वर्ग की जो रास्ता है उधर का मार्ग सच्चाई और जीवन हमारा परमेश्वर प्रभु यीशु मसीह है। നിത്യജീവനിലേക്ക് പോകാനുള്ള ഏക മാർഗം വഴി യേശുവാണ്. अनंत काल की जीवन का प्रवेश का एक ही एक द्वार प्रभु यीशु मसीह है। തുടർന്നുള്ള വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കാം. और बातों को हम अगले एपिसोड में पढ़ेंगे। ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर सबको अनुग्रह करे।